കോഴിക്കോടും കൊട്ടാരക്കരയും. അതെ, എൻ്റെ MCA ചെയ്യാനായിട്ടാണ് ഞാനും തൃച്ചിയിലേക്ക് ചെല്ലുന്നത്. ആ സമയത്താണ് ഞാൻ അവിടെ നിന്നുള്ള സൗഹൃദമാണ്. എൻ്റെ ഒരു വർഷം സീനിയറാണ് ഹാറൂണ്. സീനിയേഴ്സ് ജൂനിയേഴ്സിനെ റാഗ് ചെയ്യാനായിട്ട് വിളിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ ഹാറൂണിനെ പിന്നെ അവിടെ വെച്ച് മീറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ അന്ന് മുതൽ വെൽ കണക്റ്റഡ് ആണ്. ഒരു വർഷം മുമ്പ് എൻ്റെ കോഴ്സ് കഴിഞ്ഞു. ഞാൻ പിന്നെ അത് കഴിഞ്ഞ് നാട്ടിൽ തന്നെ ഒരു കമ്പനിയിൽ ഞാൻ പ്രോഗ്രാമറായിട്ട് അവർ ബേസിക് ലെവലിൽ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ദുബായിലേക്ക് എത്തി. റിട്ടയർ ചെയ്യുന്നതെന്ന് പറയുന്നേക്കാളും റിസൈൻ ചെയ്തത് സെയിൽസിലേക്ക്. അതെ അതെ. അപ്പോൾ കുറച്ചും കൂടെ എനിക്ക് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയ ഒരു മേഖല അതാണെന്ന് മനസ്സിലാക്കി. ശേഷം എനിക്ക് ഒരു സർപ്രൈസിങ് കോൾ വരികയായിരുന്നു അജിത്തിൻ്റെ അടുത്ത് നിന്ന്. അങ്ങനെ ഞാൻ ദുബായിലുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള. അങ്ങനെയാണ് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ മീറ്റ് ചെയ്യുന്നത്. പിന്നെ അതൊരു റെഗുലർ മീറ്റിംഗായി മാറി. ഞങ്ങളെപ്പോഴും എല്ലാ ഈവനിങ്ങിലും ഡെയിലി എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ കാണും അവിടെ നിന്ന്. എവിടെ നിന്നാണ് ഈ ഒരു സ്പാർക്ക് ഉണ്ടാവുന്ന ഒരു ബിസിനസ് തുടങ്ങണം എന്നൊക്കെ ചിന്ത വരുന്നത്? അതിൽ നിന്ന് ഉണ്ടായ ഒരു സ്പാർക്കാണ് നമ്മൾക്ക് ഇങ്ങനെ ഒരു ERP സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്തുകൂടാ. ERP സിസ്റ്റം. അതെ അതെ. അപ്പോൾ ഇദ്ദേഹം ഡെവലപ്പറാണ്, താങ്കൾ ഡെവലപ്പർ കം സെയിൽസ്മാനുമാണ്. അതെ. ERP സിസ്റ്റം ഡെവലപ്പ് ചെയ്യണം എന്ന് തോന്നലുണ്ടായി. അതിൽ ആരാണ് ആദ്യം രാജിവെക്കുന്നത്? ഞാനാണ് ഇറങ്ങുന്നത്. ഇറങ്ങി അജിത്തിന് എന്തെങ്കിലും വിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് വേണമല്ലോ. അതെ അതെ. അപ്പോൾ അത് അവിടെ നിന്നോട്ടെ എന്ന് തീരുമാനിച്ചു. അതെ അതെ. അപ്പോൾ ആദ്യകാലം ഇത് വിൽക്കാൻ എളുപ്പമായിരുന്നോ? അല്ല, വിൽക്കുക എന്നുള്ളത് എൻ്റെ കോൺഫിഡൻസ് നാവുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ കഷ്ടപ്പെടേണ്ടത് ഞാനാണ്. അതെ, ഇത് ഉണ്ടാക്കണമല്ലോ. അതെ അതെ. പിന്നെ ഞങ്ങള് എന്താ പറയുക, ഡെവലപ്മെന്റ് നാട്ടിലേക്ക് മാറ്റി. അപ്പൊ ഹാറൂൺ തിരിച്ച് നാട്ടിലേക്ക് പറഞ്ഞാൽ മുക്കത്തേക്ക് എത്തി. മുഖത്തേക്ക് എത്തി. മുക്കത്ത് വന്ന് ഈ D&Dയുടെ ഒരു സ്ഥാപനം ഇവിടെ തുടങ്ങുകയാണ്. തുടങ്ങണം. അപ്പൊ ബാക്ക് എൻഡ് ഇവിടെയായി. യെസ്, ബാക്ക് എൻഡ് ഫ്രണ്ട് എൻഡ് അവിടെ ഉണ്ട്. അവിടുത്തെ ഓഫീസ് താങ്കളാണ് റൺ ചെയ്യുന്നത്. അതെ. ഒരു വളരെ സിമ്പിൾ HR സിസ്റ്റം എന്നുള്ള രീതിയിൽ ചിലപ്പം എംപ്ലോയി റെക്കോർഡ് മാനേജ്മെന്റും പേറോളും മാത്രം മതിയായിരിക്കും അവർക്ക്. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ആ രീതിയിൽ മോഡ്യൂൾസ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ, ബാക്കിയെല്ലാം പ്ലഗിൻ ആണ്. അവർക്ക് എപ്പോൾ വേണമെങ്കിലും അതിലേക്ക് ആഡ് ചെയ്യാം. ജിയോ ഫെൻസിങ്, ജിയോ ടാഗിംഗ് എന്നൊക്കെ പറഞ്ഞ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് ഇവർ എവിടെ നിന്നാണ് അറ്റൻഡൻസ്. ഇപ്പോൾ സെയിൽസ് ചിലപ്പം എനിക്ക് വീട്ടിൽ നിന്ന് ഞാൻ മാർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇത് അയാൾ ആ സൈറ്റിൽ പോയോ, അല്ലെങ്കിൽ ഇപ്പം പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എംപ്ലോയി ആ സൈറ്റിൽ പോയിട്ട് തന്നെയാണോ ഇത് ചെയ്യുന്നതെന്നുള്ളവരെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇത് വളരെ എക്സ്പെൻസീവ് ആണോ? നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനൊക്കെ അഫോർഡബിൾ ആണോ ഇത്? ടീമാണ് ഞങ്ങൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബാക്ക് ബോൺ. ഞങ്ങൾ ഇതിൻ്റെ അത്രയും സപ്പോർട്ടിങ് ടീമിൻ്റെ ബാക്കിലുള്ളതുകൊണ്ടാണ് ഇത് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. നമ്മളെ കമ്പനീൻ്റെ അങ്ങ് ഏൽപ്പിക്കുന്ന മാതിരി തന്നെ ഒരു ഷെയറും ഡയലൂട്ട് ചെയ്തിട്ട് അവർക്കും കൊടുത്തു. നമ്മളുടെ കമ്പനി ഇപ്പോഴത്തെ ഒരു വാല്യുവേഷൻ അനുസരിച്ച് ഏകദേശം $7 million ഒരു വാല്യുവേഷൻ. എക്സലന്റ്. അപ്പോൾ ഫ്യൂച്ചർ ഈസ് ഗോയിങ് ടു ബി വെരി ബ്രൈറ്റ് അല്ലേ?